ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ നമ്മൾ ഇതേ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മോഷ്ടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിന് മോഷ്ടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനുണ്ട് കളിക്കാൻ. പക്ഷേ അവൻ്റെ ബേസ് എനിക്കും അറിയില്ല, എൻ്റെ ബേസ് അവനും അറിയില്ല. അപ്പോൾ നമ്മൾ മോഷ്ടിച്ചിട്ട് ഒരു ഫണ്ണി വീഡിയോ കേട്ടോ അത്. അപ്പോൾ നമുക്ക് കളി ഒന്ന് തുടങ്ങാം. എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഒരു ഹായ് പറയാം. കൂട്ടുകാരെ ഒരു ഹായ് പറ. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. എനിക്കിപ്പോൾ അവൻ്റെ ബേസ് ഏതാണെന്ന് അറിയില്ല. അപ്പോഴേക്കും നമ്മൾ ബേസ് നമ്മുടെ നിന്ന് അടച്ചിട്ട് പോവാം. കാരണം ആര് വേണമെങ്കിലും വന്ന് മോഷ്ടിക്കാം. കുറച്ച് ഈ വീഡിയോയിൽ ലാഗൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസോ അവൻ്റെ ബേസോ ഒന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫണ്ണി വീഡിയോ ആണിത്, വേറൊരു ഗെയിമുമാണ്. എനിക്കിപ്പോൾ അവൻ്റെ ബേസ് ഏതാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവൻ്റെ ബേസ് ഏതാണ്, നമ്മുടെ ബേസ് ഏതാണ് കേട്ടോ. നമുക്കപ്പോൾ ഇങ്ങനെ നോക്കാം, അവൻ്റെ ബേസിലൊക്കെ കൂടുതൽ സാധനങ്ങളുണ്ടോ അങ്ങനെയൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ ബേസ്. ഓക്കെ, ഇവൻ്റെ ബേസിലും എല്ലാവൻ്റെയിലും കുറവാണ്, എൻ്റെ കയ്യിൽ മാത്രമേ കുറച്ച് കൂടുതലുള്ളൂ. ഓക്കെ കേട്ടോ. എന്നെ ആരോ തല്ലിയടാ, നീയാണോ? എനിക്കൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവനെയും തല്ലിയടാ. അതെ, എൻ്റെ ബേസൊക്കെ നടുവിലാണ്. ഞാൻ നിന്നെ കണ്ടിട്ട് പോലും ഇല്ലേ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അതൊന്നും. അവനെ ഞാൻ വീണ്ടും തല്ലിയടാ. എടാ, എനിക്കൊന്നും അറിയില്ലടാ. എൻ്റെ ബേസൊക്കെ നടുവിലാണ്. ഞാൻ നിന്നെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ വീണ്ടും തല്ലി അവനെ. അപ്പോൾ എനിക്കൊന്നും അറിയില്ലടാ. ഞാൻ എവിടെയാണ്, നീ എവിടെയാണ്? വീണ്ടും ഞാൻ അല്ലടാ, ഞാൻ എവിടെയെന്നല്ല. നീ എന്തിനകത്ത് ചോദിക്കണേ? എന്നെ അവൻ തല്ലി. അവൻ്റെ ബേസ് ഇപ്പോൾ ഇതാട്ടോ കേസ്. അതാണ് ബേസ്. നമുക്ക് മെല്ലെ മോഷ്ടിക്കാൻ നോക്കാം. കുറച്ച് ലേയൊക്കെ ഉണ്ടാവും കേട്ടോ കേസ്. ഓക്കെ, മെല്ലെ മോഷ്ടിച്ചിട്ടുണ്ട്. എടാ, എൻ്റെ ആരോടാ മോഷ്ടിച്ചിട്ട് പോണോടാ? ആരത്, നീയാണോ? ഞാൻ അവനൊന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനെന്നല്ല, ഞാനൊക്കെ നിന്നെ കണ്ടിട്ട് പോലില്ല. ഞാൻ വേറെ അവൻ്റെ നിന്ന് മോഷ്ടിക്കാൻ നോക്കണേ അല്ലേ. നീയാണെങ്കിൽ നിൽക്കുകൊണ്ടു എൻ്റെ അടി. ഓക്കെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞോടാ. ഞാനൊന്നും നിൻ്റെ മുമ്പിലേ വന്നിട്ടില്ല. ഞാനൊക്കെ എവിടെയോ ആണ്. ഓക്കെ, അപ്പം അപ്പം നമുക്ക് അവൻ്റെ ബേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ പറയണ്ടായിരുന്നു ഗൈസ്. എന്നെ തല്ലിയടാ അവനെ തല്ലണോടാ. ഞാൻ വന്ന് രക്ഷിക്കടാ. നമ്മൾ എങ്ങനെയാടാ കളിക്കണം, ഇങ്ങനെയൊന്നല്ലല്ലോ. എന്നെ പിന്നെയും തല്ലിയടാ അവൻ. തല്ലണോടാ അവൻ വൈരാഗ്യം മൂത്തിട്ട് തല്ലണ അവൻ. അയ്യോ, അത് അവൻ്റെ പിന്നാലാട്ടുണ്ട് കേട്ടോ ഞാൻ. എടാ, ഓക്കെ ഞാനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഓക്കെ, ഞാനൊക്കെ വേറെ സ്ഥലത്താണ്. ഓക്കെ, ഞാനെന്തായാലും അവനെ ഇപ്പോൾ തല്ലും. അപ്പോൾ ഗൈസ്, എനിക്ക് മനസ്സിലായി അവൻ്റെ ബേസ് ഫ്രണ്ടിലുള്ളത് തന്നെയാണ്, നേരെ ഫ്രണ്ടിലുള്ളത്. ഗൈസ്, എൻ്റെ കുറേ പേര് മോഷ്ടിക്കണം ഗൈസ്. അയ്യോ, ലേഖടിച്ചിട്ടാണ് ചില കളിക്കാനും പറ്റില്ല. ഒരുത്തി മോഷ്ടിച്ചിട്ട് പോയിട്ടോ. സംസാരിക്കണേ. ഞാൻ വീഡിയോ എടുക്കടാ. ഞാൻ വീഡിയോ എടുക്കണേ. ഓക്കെ, എൻ്റെ നിന്ന് ചറവറാന്ന് മോഷ്ടിക്കണടാ എല്ലാവരും. ഞാനിപ്പോൾ ആൻ്റെ മോഷ്ടിച്ചിട്ട് പോയി. നിൻ്റെ എൻ്റെ നല്ലത്. ഞാൻ വേറെ ബേസ് എൻ്റെ മോഷ്ടിക്കണേ. നിൻ്റെ എവിടത്തെയാണ് ബേസ്? ഒന്നറിയാനാണ്. ഞാനൊന്നും പറഞ്ഞില്ലടാ. നീ പോടാ. ഞാനൊന്നും അങ്ങനെ പറഞ്ഞില്ല. നീ പോടാ. ചെക്കൻ കള്ളൻ, വെറുതെ എൻ്റെ അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ ആരൊക്കെയോ മോഷ്ടിച്ചിട്ട് പോടാ. എടാ, ഞാനൊരുത്തൻ്റെ മോഷ്ടിച്ചത് നീയാണോ? അത് ഞാനൊന്നല്ല. ഞാനൊന്നും അങ്ങനെ മോഷ്ടിക്കണ പരിപാടി ചെയ്യില്ല. ഞാൻ ഒരുത്തിനെ തല്ലുണ്ട് കേട്ടോ. നീയാണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തല്ലണം. എൻ്റെ ബേസ് പറഞ്ഞില്ല ഏതോ നടിയിലാണെന്ന്. ഞാൻ ഏതോ ഒരു നടുവിൽ ബേസുള്ള ഒരു പെണ്ണിനെ നീ തല്ലണ്. അതോ എൻ്റെ ഓരോ മോഷ്ടിച്ചു ഗൈസ്. ഗൈസ്, ലേഖാനും പിടിക്കാനും പറ്റില്ല അവനെ. പോയി അതാ പിന്നെയും മോഷ്ടിച്ചു ഗൈസ്. എത്ര പേരെ ഗൈസ് മോഷ്ടിക്കുന്നത്. അയ്യോ, ലേഖ. എടാ, ഞാനൊക്കെ നിൻ്റെ ഇത് മോഷ്ടിച്ചു പോയി. അത് നീയാണോ? എടാ,
ചിലപ്പോൾ രണ്ടാളും മോഷണം നടക്കുന്നുണ്ടാവും. എൻ്റെ മാത്രമായിരിക്കില്ലേ ചിലപ്പോൾ. അല്ല എൻ്റെ വേറെ പൈസ അല്ലേ, വേറെ പൈസ ഒന്നും പോയിട്ടുണ്ടാവും, നിൻ്റെ പൈസ ഒന്നും പോയിട്ടുണ്ടാവും. അല്ല, വേറെ 2 പൈസ ഒന്നും പോയിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ ഒന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, എൻ്റെ ഒന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, നിൻ്റെ ഒന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവൻ്റെ മെല്ലെ എടുക്കുക ഗൈസ്. പറഞ്ഞത് ശരിയാട്ടോ ഗൈസ്. എൻ്റെ പൈസ തന്നെ അവൻ എടുത്തെടുത്ത് ഞാൻ എന്തൊക്കെയോ അടിച്ചു വിട്ടു കേട്ടോ. എൻ്റെ പൈസ തന്നെ അവൻ എടുത്തിട്ട് പോയി. എന്നിട്ടാണ് അവൻ ചോദിച്ച് നിൻ്റെ പൈസ നിന്നാണോ കൊടുത്തതെന്ന്. ഇനി നമുക്ക് കുറേ പെൻഡിങ് നടക്കാനുണ്ട് ഗൈസ്. ഇവിടെയൊന്നും ഉണ്ട് എൻ്റെ ഉണ്ട്. എടാ എൻ്റെ പൈസ നിൻ്റെ പൈസ എന്നാണ് ഞാൻ എടുത്തത്. എൻ്റെ പൈസ ഒന്നും ആരും അങ്ങനെ എടുക്കില്ല. ഞാനൊക്കെ പണ്ട് പ്രോയായിരുന്നേ. ഞാനൊരു സാധനത്തിന് എടുത്തിട്ട് പോണത് നിൻ്റെ പൈസ ആണോ? നിൻ്റെ പൈസ എന്നാണോ ഞാൻ എടുക്കണത്? നിൻ്റെ പൈസ എന്നാണോ ഞാൻ എടുക്കണത്? എടാ പിന്നെ തല്ലണോ? എടാ ഞാൻ നിന്നെ തല്ലുമോ അങ്ങനെ? ഞാനൊക്കെ നിൻ്റെ ഫ്രണ്ടിലടാ. ഞാനൊക്കെ നിന്നെ അങ്ങനെ തല്ലുമോ? ഞാൻ നിന്നെ അങ്ങനെ തല്ലുമോ? നീ തല്ലണത് ആരണോ? ഞാനൊന്നും അങ്ങനെ തല്ലില്ല. എടാ അവനെ തല്ലി കൊണ്ടുപോകണടാ. അവനൊന്ന് കൊടുക്കണ്ട കേട്ടാ. നീയാണെന്ന് അറിയാനാണ് ഇങ്ങനെ കൊടുക്കണത്. കണ്ണവനൊക്കെ കൊടുക്കണം. ഞാൻ നടുവത്തെ ബേസിക്കൊന്ന് പോയി നോക്കട്ടെ. അപ്പം നീ അവിടെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട്. അങ്ങോട്ടൊന്നും പോകലടേ. മനസ്സിലായി. അപ്പോൾ നീ ഏതോ അരികത്തുള്ള ബേസ് തന്നെ ഉണ്ട്. നീ ഇങ്ങനെ ഓവറായിട്ടും ചെയ്യലടേ. എനിക്ക് മനസ്സിലായടേ. നീ ഏതൊരു സൈഡിലുള്ള അറ്റത്തുള്ള ബേസ് തന്നെ ഉണ്ട് എന്നൊക്കെ മനസ്സിലായടേ. എന്തിനാ ഇങ്ങനെ ഓവറായിട്ടിങ്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞ നോണായിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കും. നീ നോണേ പറയുള്ളൂ, സത്യം പറയില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വണ്ടിയിൽ നിന്ന് എടുക്കാൻ നോക്കാം നമുക്ക് മാക്സിമം. ഇനി നമുക്ക് 2 സാധനങ്ങൾ 2 ലക്ഷറി സാധനങ്ങൾ ഇവിടെയാടാ. എടുക്ക്. നമ്മുടെ ഈ ഒരു സാധനം, ബാക്കി എല്ലാം നമുക്ക് എടുക്കണം. എന്നിട്ട് അവൻ്റെ പൈസ നമുക്ക് അറിയുന്നല്ലോ. അപ്പം ഞാൻ മൈക്ക് ഓഫാക്കിയിരിക്കണ്. അവൻ്റെ പൈസ നമുക്ക് അറിയുമല്ലോ. നമുക്ക് അവൻ്റെയും കൂടി ഒന്ന് മോഷ്ടിച്ചിട്ട് ഈ വീഡിയോ ഒരു ഫണ്ണി വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു സാധനം കൂടി ഉണ്ട്. അവൾ വേറെ ഒരു പെണ്ണ് എടുത്തത്. ഓക്കെ, എടാ എൻ്റെ ഒരുത്തൻ മോഷ്ടിച്ചിട്ട് ഒഴിച്ചേറുള്ളവൻ. അതെ, എനിക്കറിയില്ലല്ലോ മോഷ്ടിച്ച കാര്യമൊന്നും. ആൻ്റെ പീസ് ഓപ്പൺ ആക്കി കൊടുക്കണോ? അതെല്ലാൻ്റെ പീസ് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കണത്. ഓക്കെ, കുറച്ച് ലാഗ് അടിക്കണം ഗൈസ്. ലാഗ് നമുക്ക് മാക്സിമം അവൻ്റെ ഇത് മാക്സിമം മോഷ്ടിക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ, നീ എവിടാ? ഏറ്റവും നിൻ്റെ ബേസ് ഏതാണ്? എന്നിട്ട് എനിക്ക് നിൻ്റെ മോഷ്ടിക്കാൻ. ഗൈസ് അവൻ്റെ ബേസ് കണ്ടിട്ടില്ല. അപ്പം എനിക്ക് അവൻ്റെ ഇത് മോഷ്ടിക്കുക ഈ സമയം കൊണ്ട്. അപ്പം നമുക്ക് മോഷ്ടിക്കാമല്ലോ. ഓക്കെ, മോഷ്ടിക്കണമെന്നാണ് മോഷ്ടിക്കാം. യെസ്, ഇവൻ്റെ 55 സാധനം എടുക്കാം. 55 30 ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൊടുക്കില്ല. ഞാൻ ഓട്ടെ. ഞാൻ കൊടുക്കില്ല. അവിടെ ഗൈസ്. ഓക്കെ, ലാഗ് അടിക്കണം ഗൈസ്. എന്തൊരു ലാഗ് അത്, ലാഗ് തന്നെ അടിക്കണം. ഞാൻ അവനെ കയറ്റി. ഇനി ഒറ്റ സാധനം കൂടി ഉണ്ട്. 2 സാധനങ്ങൾ. അത് 1 2 എത്ര ഉണ്ട്? നമ്മളത് എടുക്കാം കേട്ടോ. നമുക്കത് എടുക്കാം എന്തായാലും. നമുക്ക് ഓട്. ഇത് ടച്ച് ആവണില്ല കേട്ടോ ചില സമയത്ത്. ഓക്കെ, 2 സാധനങ്ങളുണ്ട്. ഈ സാധനം ഒന്ന് അടുക്ക് അതിനെ എടുത്തോ. ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി വേം. ഒരു സാധനം കൂടി. അങ്ങോട്ട് തിരി. ലേഗ് അടിച്ചിട്ട് കേസ് അനങ്ങാനും പറ്റില്ല കേസ്. എന്തൊരു
എന്തൊരു കാര്യം ഇത്. മുറ്റ സാധനം കൂടെ ഉള്ളൂ അവൻ്റെ ബേസിൽ. എടാ എൻ്റെ നിന്ന് ആരൊക്കെയാണോ മോഷ്ടിക്കണടാ, ആരാണെന്ന് കാണൂലടാ ചേ. ലേഗ് അടിച്ചിട്ട് അനുസരിച്ചോ അതിനേക്കാളും. ഞാനൊന്നല്ലടേ, ഞാനൊക്കെ അങ്ങനെ നിൻ്റെ ഇത് മോഷ്ടിക്കുകയോ? ഞാനൊക്കെ നിൻ്റെ ഇത് മോഷ്ടിക്കുക അങ്ങനെ? ഞാനൊന്നല്ല മോഷ്ടിക്കണത്. ഞാനൊന്നും അങ്ങനെ മോഷ്ടിക്കില്ല നിൻ്റെ ഇന്ന്. ഞാനൊന്നും നിൻ്റെ ഇന്ന് അങ്ങനെ മോഷ്ടിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അവൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മോഷ്ടിച്ചെന്ന് അറിഞ്ഞു പക്ഷെ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ടാറ്റ, ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ വീഡിയോസൊക്കെ വരും. ഓക്കെ, അപ്പോൾ ചില വീഡിയോസ് അപ്പോൾ എല്ലാവരും കാണും കേട്ടോ. ടാറ്റ, ബൈ ബൈ ബൈ.